എനിക്ക് സെയിം ഫീലിംഗ് വൈശാലി ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു, എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ. അയ്യോ, ഞാനത് ചോദിക്കാൻ വരായിരുന്നു. അതായത് ചിലമ്പ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ആന്റി ഹീറോ ആയിട്ട് ഭയങ്കര തിരക്കിലാണല്ലോ. അത് കഴിഞ്ഞ് അതായത് നമ്മൾ ഒരു കോമൺ മാൻ ഒരിക്കലും ബാബു ആന്റണി എന്ന ആളെ അത്രയും സോഫ്റ്റായി അത്രയും പാവമായ ഒരു രാജാവായിട്ട് ആലോചിക്കില്ല. പക്ഷെ ഭരതൻ സാർ ആലോചിച്ചു. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അത് ഭരതേട്ടൻ എന്നെ കാണുന്നതിന് 5 വർഷം മുമ്പേ വരച്ച സ്കെച്ചുകളുണ്ടായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ, വൈശാലിയുടെയും രാജാവിൻ്റെ എല്ലാവരുടെയും വരച്ചിരുന്നു. പുള്ളി എല്ലാത്തിൻ്റെയും ഇത് വരയ്ക്കുമായിരുന്നു, കംപ്ലീറ്റ് സ്കെച്ചുകൾ വരച്ച്. അപ്പോൾ അതും ആ സ്കെച്ചും ഞാനുമായിട്ട് കംപ്ലീറ്റ് 100% മാച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് പുള്ളി എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കി പുള്ളിയോട് പലരും ചോദിച്ചു, ഇങ്ങനെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിനും ഭരതേട്ടൻ പറഞ്ഞു, പുള്ളിക്കൊരു രാജ്യത്തെ രാജാവെന്ന് പറയുന്നത് ആ രാജ്യത്തെ ഏറ്റവും നല്ല യോദ്ധാവായിരിക്കണമെന്നാണ്. അപ്പോൾ ഒരു യോദ്ധാവിൻ്റെ ബോഡി ലാംഗ്വേജും ബോഡി ഇവനുണ്ട്, ബാക്കി ഞാൻ ജയിച്ചോളാം എന്ന് പറഞ്ഞു. ഞാനിതൊന്നും അറിയുന്നില്ല. എന്നെ ഒരു ദിവസം മൈസൂരിലേക്ക് വിളിക്കുന്നു. അപ്പം രാജാവിൻ്റെ പുറകെ കുതിരപ്പുറത്തൊരു പടയാളി പോകുന്നുണ്ട്. ആ വേഷം നിനക്ക് വെച്ചിട്ടുണ്ട്, നീ വാന്ന് പറഞ്ഞു. ഞാൻ ഭരതേട്ടൻ, ഞാൻ അതിനുവേണ്ടി വരണം, നീ വാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നതും. എനിക്ക് അശോകൻ്റെ റോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു സീനുള്ളൂ, പക്ഷെ അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു വിളിച്ചു. ഞാൻ ചെന്നപ്പോഴത്തന്നെ എന്നോട് പറഞ്ഞു, നീ ആ വേഷം എടുത്തിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പടയാളിയുടെ വേഷത്തോട്ട് പോകാൻ തുടങ്ങി. അതല്ലടാ, രാജാവിൻ്റെ വേഷം എടുത്തിടാൻ പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ, കാരണം എനിക്ക് സ്ക്രിപ്റ്റ് അറിയാം. ഇവർ ബോംബെ വന്ന് കാസ്റ്റിംഗ് നടത്തുമ്പോൾ ഞാൻ ഇവിടെ അത്യാന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തു കാസ്റ്റിങ്ങിന് വേണ്ടി. ഋഷി സിംഗിനെ ഞാനാണ് കണ്ടുപിടിച്ചത്. അതെ അതെ, എവിടെ കണ്ടുപിടിച്ചു? ഞാൻ ഡെൻഡാസ് എന്ന് പറഞ്ഞ ആഡ് ഏജൻസി ചെന്നിട്ട് അവരുടെ റിജക്റ്റഡ് ആൽബത്തിൽ നിന്ന് 5 പേരെ കണ്ടുപിടിച്ചു. എക്സിറ്റിംഗ് മോഡൽസിനെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളവർ അതിനകത്ത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് 5 പേരെ എടുത്തു പോയി അവിടെ കൊണ്ടുപോയി കൊടുത്ത അതിൽ ഒരാളാണ് ഋഷി സിംഗ്. ഞാൻ 2 ദിവസം മെനക്കെട്ടാണ് ഇവനെ പിടിക്കാൻ. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഭരതേട്ടന് പറഞ്ഞത്, ഭരതേട്ട ഇത് ഭരതേട്ടൻ്റെ പേരും പോവും, എൻ്റെ കരിയർ ഇതോടെ തീരുന്നു, എടുത്തും കൊണ്ട് വേഷം ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ വേഷം എടുത്തിട്ടു. അപ്പോൾ എനിക്കറിയാം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിക്കാൻ നമ്മളൊന്നും വരില്ലല്ലോ. അപ്പോൾ തന്നെ പറഞ്ഞു വിടുമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞ് കുറേ സ്റ്റിൽസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, അന്നൊക്കെ സ്റ്റിൽസ് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് പിറ്റേ ദിവസമാവും. മൈസൂരിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സ്റ്റിൽസ് വരുന്നതിന് മുമ്പ് മുങ്ങാമല്ലോ, അശോകൻ പറഞ്ഞ പോലെ തന്നെ രാത്രി മുങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കി. അത്ര പേടി എങ്ങനെ ആ വേഷം കണ്ട നമ്മള് ഈ പറഞ്ഞ പോലെ പോവും, പടം പോവും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ ഞാൻ ആശ്വാസം, ഇനി എന്തെങ്കിലും സമയമുണ്ടല്ലോ, പിറ്റേ ദിവസം വരെ സമയമുണ്ട്, എന്തെങ്കിലും ഭരതേട്ടനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മുങ്ങാമെന്ന് വിചാരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് ഭരതേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ സ്റ്റിൽസ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, നീ പോയി വരാൻ. അങ്ങനെ ചെന്നു. ആദ്യത്തെ ഷോട്ട് വൈശാലിക്ക് മാല ഇടുന്നതായിരുന്നു. പിന്നെ ഞാൻ ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് പിന്നെ നമ്മൾ എന്താ പറയുന്നത്, പിന്നെ നമുക്ക് ചോയ്സ് ഇല്ലല്ലോ. മരണക്കെട്ടി ബൈക്ക് ഓടിക്കുന്നില്ല, കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനേ പറ്റുള്ളൂ.